അതും ലാലേട്ടൻ അഭിനയിച്ച പാട്ട്, ചിത്രാമ്മ പാടിയ പാട്ട്. സോ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലേട്ടന്റെ എൻട്രി ഒക്കെ. ലാലേട്ടൻ വരുമ്പോൾ നമ്മളെല്ലാരും മറ്റേ ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു നമുക്ക്. കയ്യിന്ന് ഇപ്പൊ തീർത്ഥനെ പറ്റി പറയുകയാണെങ്കിൽ അവളൊരു ഭയങ്കര ഷീ ഈസ് വെരി പേഷ്യന്റ്. ഇപ്പൊ നമ്മുടെ ഡ്യുവറ്റിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പഠിച്ചൊരു സംഭവം എന്താ വെച്ചാല്, അവള് സമയം എടുത്തിട്ടാ പഠിക്കുക. അവൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഹറിബറിയില്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് പഠിക്കണം. എനിക്ക് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം പാടിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വിഷമാവും, പിന്നെ ഞാൻ ഡൗൺ ആവും. അങ്ങനെ സ്റ്റേജില് പവിത്ര ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ അതോ ഒരു വൈബ് ഫോളോ ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ആണോ? പെർഫോമർ ആണോ? അതാണ് പ്രശ്നം. പെർഫെക്ഷനിസ്റ്റ് ആണ്. ലൈക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരുന്നു, എസ്പെഷ്യലി കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടാണ് എപ്പോഴും പാടുക. അപ്പൊ കോമ്പറ്റീഷൻ നോക്കുമ്പോ രണ്ടും വേണം. പക്ഷെ നമ്മളിത് മോർ കോൺഷ്യസ് യു ആർ, ചാൻസസ് ആർ ഹൈ ദാറ്റ് യു എന്താ പറയാ, അത് കയ്യിൽ നിന്ന് പോവേ ഉള്ളൂ. അത് എന്തൊരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് അതാണ്. നവനവ മോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ. കവർ സോങ്സ് ഞാൻ ആക്ച്വലി കുറെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി എനിക്ക് ഈ പറഞ്ഞ കർണാട്ടിക് ബേസ്ഡ് സംഭവങ്ങൾ ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോ അതിന് ഉള്ള ഓരോരോ സംഭവങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ പയ്യെ ഇറക്കാം എന്നിങ്ങനെ വിചാരിക്കും. ഇപ്പൊ എല്ലാരും കവർ സോങ്സ്, ഇൻഡിപെൻഡന്റ് ട്രാക്സ് ഒക്കെ ആണല്ലോ അപ്പൊ മുന്നോട്ട് പോയിക്കണം. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ചെയ്യും ഉടനെ ചെയ്യും. പക്ഷെ അത് ഒന്നും പറയാനായിട്ടില്ല. പക്ഷെ കുറെ ചെയ്യണം എന്നുണ്ട്. സോ ലെറ്റ്സ് സീ. സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം ആക്റ്റീവ് ആണ്? സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇടുമ്പോൾ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പാടും, അങ്ങനെയാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ഇപ്പൊ ചിലര് ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യണ ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും എനിക്കൊക്കെ ഇങ്ങനെ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ എന്താ പറയാ കുറവാണ്. സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്ന സമയത്ത് അതെടുത്ത് റീലാക്കുക, ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യല് കുറവാണ്. അതും ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് ആണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സെയിം ലൈക്ക് റിയാലിറ്റി ഷോ പോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ സിംഗർ എന്ന് പറയുമ്പോൾ, ആസ് എ സിംഗർ ഓർ ആസ് എൻ ഇൻഫ്ലുവൻസർ, വാട്ട് എവർ ഇറ്റ്, സോഷ്യൽ മീഡിയ പ്ലേസ് എ മേജർ റോൾ. അപ്പം പക്ഷെ ആ ഒരു എന്താ കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റണില്ല. അത് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു പോസ്റ്റിംഗ് കൺസിസ്റ്റന്റ്ലി. ഈ സിംഗിങ് അല്ലാണ്ട് ലൈക്ക് അതർ ഹോബീസ് എന്തൊക്കെയാ? അതർ ഹോബീസ് ഞാൻ ഡാൻസ് ചെയ്യും. പഠിക്കുന്നുണ്ട് ഡാൻസ്. ഉത്തര ഉണ്ണിയുടെ അടുത്താണ് പഠിക്കണേ. പിന്നെ ഭരതനാട്യം ഞാൻ ബഹ്റിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി മ്യൂസിക്കിലേക്ക്. അപ്പം അരങ്ങേറ്റം ആയിട്ടില്ല? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ബഹ്റിനിൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി. പിന്നെ ഫുൾ ഞാൻ നിർത്തി. അപ്പൊ ഇപ്പൊ ഞാൻ വീണ്ടും ബാക്ക് ടു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വായിക്കും കുറച്ചൊക്കെ. അപ്പൊ അങ്ങനെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നും ഇല്ല. അയ്യോ ഇല്ല, കുക്കിംഗ് ഇല്ല. ആഗ്രഹമുണ്ട് പക്ഷെ താല്പര്യമില്ല. ഇപ്പൊ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഓൾറെഡി കലാതിലകം സംഗീതരത്നൊക്കെ ആയിരുന്നല്ലോ സ്കൂൾ ഡേയ്സിൽ. അതൊക്കെ എന്തായിരുന്നു? അത് ബഹ്റിനിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. സ്കൂൾ ഡേയ്സിന്റെ സമയത്തൊക്കെ കോമ്പറ്റീഷൻസിന് പോകുമ്പോൾ അങ്ങനെ കലാതിലകം സംഗീതരത്ന അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്കിങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഓക്കെ, ഇന്ന ഐറ്റംസിന് ഫസ്റ്റ് വാങ്ങിച്ചാല്. അപ്പൊ അങ്ങനെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് 2 തവണ കലാതിലകമായിട്ടുണ്ട്. സംഗീതരത്ന
ഓക്കെ, നമുക്ക് ബാക്ക് ടു റിയാലിറ്റി ഷോയിൽ വരാം. വെണ്ണിലാവോ ആ പാട്ട്, അത് ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി ആക്ച്വലി. അതൊക്കെ എന്താ പറയാ, ഒരു വൺ ടൈം എക്സ്പീരിയൻസ്. ലാലേട്ടൻ വാസ് ലൈക്ക് ആ സോങ് ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് കേൾക്കുന്നുണ്ടായിരുന്നത്. എസ്പെഷ്യലി പുള്ളിയുടെ ഒരു പാട്ട്, സിനിമയിലത്തെ പാട്ടാകുമ്പോ. അപ്പൊ പേടി ഉണ്ടായിരുന്നോ? അതൊരു ക്വസ്റ്റ്യൻ ആണോ? പേടി ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ പേടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെച്ചത് വളരെ കൂളായിട്ടാണ് മോളത് പാടുന്നതും. അയ്യോ, അത് പക്ഷെ ഭയങ്കര എന്താ പറയാ, അതൊക്കെ ഒരു ലൈഫിൽ ഇനി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക്. സത്യൻ സാർ അടുത്തിരിക്കുന്നു. അതെ, ഓൾ താങ്ക്സ് ടു സെർഗോ സർ കേട്ടോ. കാരണം എന്താ പറയാ, ഈ നമ്മൾ കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയണതൊക്കെ പ്രൈസ്ലെസ് ആണ്. നമുക്ക് ഇനി ഒരിക്കലും അങ്ങനെ കിട്ടണം എന്നില്ല. ആൻഡ് സാറ് തരുന്ന ആ ഒരു ഫ്രീഡവും ആ ഒരു എന്താ പറയാ കംഫർട്ടും ഒക്കെ അത് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പൊ അന്ന് തന്നെ മോഹൻലാലിന്റെ മുന്നിൽ പാടാ പറയണത് നമ്മൾ ഒരിക്കലും കാണാന്ന് തന്നെ പറയുന്നത് ഒരിക്കലും വിചാരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ ലാലേട്ടൻ നമ്മുടെ പാട്ട് കേട്ട് പുള്ളി ഇരിക്കാന്ന് പറയണത്, അതും ലാലേട്ടൻ അഭിനയിച്ച പാട്ട്, ചിത്രാമ്മ പാടിയ പാട്ട്. സോ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലേട്ടന്റെ എൻട്രി ഒക്കെ. ലാലേട്ടൻ വരുമ്പോൾ നമ്മളെല്ലാരും ഫുൾ ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു. നമുക്ക് ഇത് ശരിക്കും ലാലേട്ടൻ തന്നെയാണോ, ഇത് ശരിക്കും ഇത് സ്വപ്നമാണോ, നമുക്കിത് ശരിക്കും സംഭവിക്കണതാണോ ഇങ്ങനെ തോന്നുന്ന പോലത്തെ. അതാ ഞാൻ പറഞ്ഞു, ഓൾ താങ്ക്സ് ടു സെർഗോ സർ. കാരണം സാറ് സർ ഇഫ് ദാറ്റ് വാസ് നോട്ട് ദ പ്ലാൻ, ദെൻ നമുക്കും അത് പോസിബിൾ ആവില്ലായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു ലാലേട്ടനെ കൂടെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു. സംസാരിക്കാൻ അങ്ങനെ എല്ലാവരുമായിട്ടും ജസ്റ്റ് അതെ അതുണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഒരു വലിയൊരു മെമ്മറി തന്നെയാണ് അത്. ഒരു എന്താ പറയാ, എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെമ്മറി. അതേപോലെ തീർത്ഥയുടെ കൂടെയുള്ള പെർഫോമൻസ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. എന്താ പറയാ, കുഹു കുഹു ആ പാട്ട്. നിങ്ങൾ രണ്ടുപേരും സെയിം കോസ്റ്റ്യൂം അത് ഓൾറെഡി പ്ലാൻഡ് ആണ്? ഞങ്ങൾ ഒരുമിച്ച് പോയി ഡ്രസ് എടുത്തതാണ്. ഓക്കെ ഓക്കെ. അയ്യോ, അതിനെ പറ്റി പറയുമ്പോ എനിക്ക് പറയണം, നമ്മള് ഇപ്പൊ ഡ്യുവറ്റ് പെർഫോമൻസസ് ചെയ്യുമ്പോ അതൊരു വേറെ തന്നെ ഒരു ലേണിംഗ് ആട്ടോ. കാരണം വി ഹാവ് ലൈക്ക് നമുക്ക് കുറെ മറ്റാളുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ തീർത്ഥനെ പറ്റി പറയുകയാണെങ്കിൽ അവളൊരു ഭയങ്കര ഷീസ് വെരി പേഷ്യന്റ്. ഇപ്പൊ നമ്മുടെ ഡ്യുവറ്റിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പഠിച്ചൊരു സംഭവം എന്താ വെച്ചാല്, അവള് സമയം എടുത്തിട്ടാ പഠിക്കുക. അവൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഹറിബറിയില്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് പഠിക്കണം. എനിക്ക് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം പാടിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വിഷമാവും, പിന്നെ ഞാൻ ഡൗൺ ആവും, അങ്ങനെയൊക്കെ. പക്ഷെ അവള് ഭയങ്കര പേഷ്യന്റും അവള് ഭയങ്കര സ്ലോലി കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. അപ്പോ ഡ്യുവറ്റ് പെർഫോമൻസസിന്റെ ഗുണം അതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് മറ്റാളുടെ സൈഡിൽ നിന്ന് നമ്മൾ കുറെ പഠിക്കും. ലൈക്ക് ആസ് എ മ്യൂസിഷ്യൻ ഓർ ആസ് എ സിംഗർ എങ്ങനെയാണ് എല്ലാവരും ഇപ്പൊ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്, അവൾ അപ്രോച്ച് ചെയ്യുന്നത് അവളെന്നല്ല, എല്ലാവരും മൊത്തത്തിൽ എല്ലാവരുടെ രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡ്യുവറ്റ് പെർഫോമൻസസിന്റെ ഗുണം അതാണ്. നമ്മൾ കുറെ നമ്മുടെ നമ്മുടെ ഡ്യുവറ്റ് പെയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറെ പഠിക്കും. എനിക്ക് തീർത്ഥയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ആ പാട്ടിൽ കുറെ ആഡ് ഓൺസും കാര്യങ്ങളും, അതായത് തീർത്ഥയുടെ മെന്റർ സാധിക ചേച്ചിയായിരുന്നു, എന്റേത് വീണ ചേച്ചിയായിരുന്നു. അപ്പം രണ്ടുപേരും കുറെ ഇരുന്ന് വർക്ക് ചെയ്ത് അതിനെ കുറച്ചുകൂടി ചലഞ്ചിങ് ആക്കി തന്ന പാട്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിലിരുന്ന് കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ സ്റ്റാർ സിംഗറിൽ. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിരിക്കും നല്ല, അതെ നമുക്ക് നല്ല രസമായിരുന്നു അത്. ഒന്നാമത്തെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ മെന്റേഴ്സിന്റെ അടുത്ത് നല്ലൊരു റാപ്പ് ഉള്ളതുകൊണ്ട് അവരും നമ്മുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കുഹുവിന്റെ തലേ ദിവസം നമ്മളിത് സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ആക്ച്വലി മെന്റേഴ്സ് ഒരു 5 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ പോവും, അതിന് മുന്നേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ പോവും. എന്നിട്ട് അവര് വീടെത്തിയിട്ട് സാധിക ചേച്ചിയും വീണ ചേച്ചിയും ഓൺലൈൻ വന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കായിരുന്നു. ഒരു 7 മണി 7:30 ടൈം ഒക്കെ ആയപ്പോ. അപ്പൊ അവരുടെ ഡെഡിക്കേഷൻ ആൻഡ് അവരുടെ ഒരു ഓക്കെ പിള്ളേര് നന്നായിട്ട് പാടണം എന്നുള്ള ഒരു കൺസേൺ പറയാതിരിക്കാൻ വയ്യ. സോ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാട്ട്. ആൻഡ് എനിക്കും ഭയങ്കര
ഇഷ്ടപ്പെട്ട് പാടിയ ഒരു പാട്ടായിരുന്നു അത്. അവിടെ ക്ലോസ് ആയിട്ടുള്ളത് ആരടുത്തായിരുന്നു? ലൈക്ക് നമുക്ക് ചിലപ്പോ കുറച്ചും കൂടെ അടുത്ത കമ്പനി ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത്. കണ്ടസ്റ്റൻസില് ഗായത്രി ആയിട്ട് നല്ല ക്ലോസ് ആണ്. പിന്നെ ദിൽരാജ് ആയിട്ട് ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. വൈശാഖനായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ എല്ലാവരും കുറച്ചുകൂടി ചെറിയ പിള്ളേരാണ്. കൃഷ്ണശ്രീ അവരൊക്കെ നമ്മുടെ എനിക്ക് ഭയങ്കര അനീതി വൈബാണ്. കൃഷ്ണശ്രീ, ശിവ, തീർത്ഥ അവരൊക്കെ കുറച്ചുകൂടി ചെറിയ പിള്ളേര്. ശിവനൊക്കെ ഭയങ്കര കാര്യമായിട്ടോ എനിക്ക് നല്ല രസമാവള്. സ്റ്റേജില് പവിത്ര ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ അതോ ഒരു വൈബ് ഫോളോ ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ആണോ? പെർഫെക്ഷനിസ്റ്റ് പെർഫോമർ ആണോ? അതാണ് പ്രശ്നം. പെർഫെക്ഷനിസ്റ്റ് ആണ്. ലൈക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരുന്നു, എസ്പെഷ്യലി കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടാണ് എപ്പോഴും പാടുക. പക്ഷെ ആസ് എ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ രണ്ടും വേണം. പക്ഷെ നമ്മളിത് മോർ കോൺഷ്യസ് യു ആർ, ചാൻസസ് ആർ ഹൈ ദറ്റ് യു എന്താ പറയാ അത് കയ്യിൽ നിന്ന് പോവേ ഉള്ളൂ. അത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. ആ കോമ്പറ്റീഷനിൽ അങ്ങനെ വൈബ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. കുറച്ചുകൂടി ലൈക്ക് ഫോർ ലൈവ് ഷോസ് ആൻഡ് ഓൾ ഇറ്റ്സ് എ ഡിഫറെന്റ് കേസ്. പക്ഷെ കോമ്പറ്റീഷനിൽ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഇപ്പം ലുക്കിംഗ് ബാക്ക് ഐ വിഷ് ഇഫ് ഐ കുഡ് ചേഞ്ച് ദാറ്റ് അബൌട്ട് മീ. ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഇപ്പൊ മറ്റേ പാട്ടുണ്ടല്ലോ അമ്മയ്ക്കൊരു പൊന്നും കൂടം, അത് പെർഫോമൻസിന്റെ കൂടെ തന്നെ ചിത്രേശി പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ബ്രെത്ത്ലെസ് ആവാതെ പാടാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ അവിടെ രണ്ടും വന്നു, ആസ് എ പെർഫോമറും വന്നു, ലൈക്ക് പെർഫെക്ഷൻ. ബൈ ദെൻ എന്റെ ഫിയർ ഒക്കെ കുറെ മാറി തുടങ്ങി. പക്ഷെ ബൈ ദെൻ ഇറ്റ് വാസ് ടു ലേറ്റ് ഓൾസോ. പക്ഷെ അപ്പൊ അമ്മയ്ക്കൊരു പൊന്നും കൂടം ഒക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തിട്ടാ പാടിയത്. ഞാൻ ആ വൈബ് ഫോളോ ചെയ്തിട്ട് തന്നെയാ പാടിയത്. ബിക്കോസ് ഒന്നാമത്തെ ആ പാട്ട് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എനിക്കും ഓക്കെ ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ളൊരു ഒരു മൈൻഡിലായിരുന്നു പാടിയത്. അപ്പൊ അത് നന്നായിട്ടാണ് എന്റെ പാട്ട് റിഫ്ലക്ട് ചെയ്തത്. എനിക്കത് കുറച്ചുകൂടി നേരത്തെ തുടങ്ങി. ഇപ്പം ഫിനാലെ എത്താനായല്ലോ. ഇപ്പം പവിത്രയുടെ കണ്ണിൽ ആരായിരിക്കും വിന്നിംഗ് ക്രൗൺ കൊണ്ടുവരുന്നത്? ഒന്നും അറിയില്ല ആക്ച്വലി. എല്ലാരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാരും ദേ ആർ ഓൾ ടു ഗുഡ്. ആൻഡ് ഇപ്പൊ ഒരു ദിവസം അവരുടെ സമയം പോലൊക്കെ ആയിരിക്കും എല്ലാം പോവാ. മേ ദ ബെസ്റ്റ് വിൻ ഇത്രേ പറയുള്ളൂ. ബിക്കോസ് അവിടെ ഉള്ള എല്ലാരും എക്സെപ്ഷണലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഫോർട്ടിയില് ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാരും. അപ്പോ അവർക്ക് ഏറ്റവും നന്നായിട്ട് അന്ന് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെ ജയിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. ലൈക്ക് ഐ എം റൂട്ടിങ് ഫോർ എവ്രിബഡി ട്ടോ. ലൈക്ക് ബിക്കോസ് എല്ലാരും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, ആര് പാടുമ്പോഴും നമുക്ക് ടെൻഷൻ ആയിരിക്കും. ലൈക്ക് അയ്യോ എന്താവുന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ഉണ്ടാവും. സോ പറഞ്ഞ പോലെ അന്നത്തെ ആ ഒരു ഡേയില് ആരടുത്തേക്കാ ലക്ക് വരണം എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടാലന്റ് ഓൾസോ. എല്ലാരും ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ അവര് ഒരു മെയിൻ ഫാക്ടറാണ്. ലക്കാണ്. സോ എല്ലാരും അതാ പറഞ്ഞു, ഇപ്പൊ എല്ലാരും അത്രയും ടാലന്റഡ് ആയതുകൊണ്ടാണ് ദേ ആർ വേർ ദേ ആർ ടുഡേ. സോ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് അത്രേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിന് മുന്നേ റാപ്പിഡ് ഫയറും കൂടെ ചെയ്യാം. കർണാട്ടിക് അല്ലെങ്കിൽ ഫിലിം ഏതാണ് ലൈക്ക് യുവർ കൈൻഡ് ഓഫ്? കർണാട്ടിക് സോങ് ആണ്. ഓക്കെ. Any one song you never get tired of singing? ഞാൻ എന്താ പറയാ, ഞാൻ ആക്ച്വലി മനസ്സിലുണരൂ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരു സോങ് ആണ്. അപ്പൊ അത് എനിക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പാടാൻ ഞാൻ നിറയെ പാടിയിട്ടുണ്ട് ആ പാട്ട്. സോ പാടാനാ? ഓക്കെ. നവനവ മോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നിന്മന്ദഹാസമാ ബോധനിലാവിൽ, നിന്മന്ദഹാസമാ ബോധനിലാവിൽ, എൻ മനക്കണ്ണുകൾ വിടരട്ടെ, മനസ്സിലുണരു ഉഷസന്ധ്യയായി.
ക്ലാസിക്കൽ വീട്ടിലൊരു കളിയില്ല എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അത് കേൾക്കാൻ. പിന്നെ ലൈക്ക് ഡിസ്ക്രൈബ് യുവർ സെൽഫ് ഇൻ 3 words. In 3 words, hyperactive, oh nice, anxious, overthinker. Yeah. Okay, like your hidden talent. Hidden talent, I think it should be dance, because I don't know a lot of people know about that. So ഓക്കെ, നമുക്ക് ഉടനെ തന്നെ അതിന്റെ എന്താ പറയാ അരങ്ങേറ്റം പ്രതീക്ഷിക്കാം. ലൈക്ക് ടീ ഓർ കോഫി ലവർ? ടീ ലവർ. എനി ടൈം? അല്ല, എനിക്ക് എനി ടൈം അല്ല, എനിക്ക് ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ചായ വേണം. മസ്റ്റാണ്. എനിക്ക് തലവേദന എടുക്കൂല്ലേ. സാഡ് ഓർ ലൈക്ക് റൊമാൻറ്റിക് സോങ് ആണ് കൂടുതലും കംഫർട്ടബിൾ? സാഡ് ആണ്. സാഡ് നമ്മൾ പാടി പോകുന്നുണ്ട് കുറച്ച് പാട്ടുകൾ. നമുക്ക് പാടിയിട്ടില്ല. അല്ല, സാഡ് ഇവിടെ പാടിയിട്ടില്ല. സാഡ് സോങ്സ് കേൾക്കുമ്പോ അതിലൊരു സുഖം കണ്ടെത്തുന്നതാണല്ലോ. ആൾക്കാർ ഇത് കേൾക്കുമ്പോ വിചാരിക്കും. നമുക്കൊരു സാഡ് സോങ് കേട്ടാലോ ഒന്ന്? സാഡ് കം റൊമാൻറ്റിക് ആയിട്ടും കൂടെ ഉള്ളൊരു വിരഹ ഗാനം. ഞാനിത് സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ട്. ഇത് പാട്ടിൽ സ്വരപത്മരാഗങ്ങൾ തേടി നോക്കിൽ മണിമയിൽ പീലികൾ ചൂടി അനുരാഗിലമായ തപസ്സിൽ ദലദീപാഞ്ജലിയായി ഒരു ജലരാശിയിൽ ഒരു മഴമണിയായി പൊഴിയാൻ വരാം ഞാൻ. പ്രണയസന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ? വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ? പുലർനിലാവിൻ്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ? കനവിലായിരം കനകമേഘം കനവരയ്ക്കുന്നുവോ? അടിപൊളി. നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക്. ഇനി ലൈക്ക് ഈ മോസ്റ്റ് ചാലഞ്ചിങ് സോങ് യു ഹാവ് റെക്കോർഡഡ്? I have recorded. വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ പാടിയ പാട്ടാണെങ്കിലും കുഴപ്പമില്ല. ലൈക്ക് ഇത് ചാലഞ്ചിങ് സോങ് ഞാൻ പാടിയത്, ഞാൻ സ്റ്റാർ സിംഗറിൽ എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയാനായിട്ട് മലർകളയായിരുന്നു. അയ്യോ, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട പാട്ട്. അത് അഗൈൻ ഭയങ്കര മെലഡി സോങ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര I had to work a lot on that song. So that would be one song that was very challenging for me on that stage. ആ സ്റ്റേജിൽ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു പാടാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതിന് ഭയങ്കര ലൈഫ് ഉള്ള ഒരു പാട്ടാണ്. ഇറ്റ്സ് വെരി റൊമാൻറ്റിക് ആൻഡ് ഇറ്റ്സ് വെരി മെലോഡിയസ്. അപ്പം ആക്ച്വലി ആ ഒരു പാട്ടായിരുന്നു എൻ്റെ ഒരു ഷെല്ലിന് പുറത്ത് വന്നിട്ടുള്ളൊരു ബ്രേക്ക് ചെയ്ത് വന്നിട്ടുള്ളൊരു ഫസ്റ്റ് സോങ് അതായിരുന്നു. അത്ര വർക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സ്റ്റേജിൽ. പക്ഷെ അതൊരു ഭയങ്കര എന്താ പറയാ, അതാണ് എന്നെ ബാക്കിയുള്ള മെലഡീസ് പാടാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു പാട്ട്. ലൈക്ക് ദാറ്റ് ലെഡ് മീ, ദാറ്റ് ഗേവ് മീ ദ കോൺഫിഡൻസ് ടു സിംഗ് ദി അതർ സോങ്സ്. ഇനിയിപ്പോ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കേൾക്കാറില്ലേ? ഫിലിം സോങ്സ് ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ലൈക്ക് വൺ ഓഫ് ലൈക്ക് യുവർ ഫേവറേറ്റ് എന്ന് പറഞ്ഞു? മുത്തുമഴ ഇങ്ങ കൊട്ടിത്തീരാതു, മുല്ലയിരവുകൾ പറ്റിയെറിയാതു, ஜானுதம் மருதந்தம் இங்கு உந்தன் கையில் சேர்க்கும், புல்லையிரவோ சொல்லாரவோ, இல்ல ஒருவனை வேண்டும் எங்கும் உசுரோ, கண்ணாளா என்னாளா பெண்ணாளா, இன்னும் வரும் எந்தன் கதையே எந்தன் கதை, இன்னும் வரும் എന്തൻ കഥയേ എന്തൻ കഥ. അടിപൊളി. ചിന്മയുടെ പാട്ട് അല്ലേ? അതിപ്പോ എനിക്ക് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു, അതെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. നമുക്ക് ഇനി ഫാമിലിയെ കുറിച്ചിട്ട് പറയാം, വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയാം. വീട്ടില് അച്ഛൻ, അമ്മ, എനിക്കൊരു ചേട്ടനുണ്ട്.
സോ എല്ലാരും ബഹ്റിൻ സെറ്റിൽഡ് ആണ്. ഇപ്പൊ കുറച്ചായിട്ട് അമ്മ അച്ഛനും ഇവിടെ ഉണ്ട്. ചേട്ടൻ അവിടെ തന്നെയാ, ബഹ്റിനിൽ തന്നെ. ചേട്ടൻ പാട്ട് പാടുവോ? ചേട്ടൻ പാട്ടൊന്നും പാടില്ല. ചേട്ടൻ എന്താ പറയാ, ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് ബഹ്റിനില്. വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. കുറച്ചൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യും. ഡാൻസ് വെച്ചാൽ നോട്ട് ക്ലാസിക്കൽ, വെസ്റ്റേൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ മ്യൂസിക് ഇൻടു ദ മ്യൂസിക് ഫീൽഡ് ആണ്, ലൈക്ക് ഡാൻസ് ഉണ്ട് സംവാട്ട് ലൈക്ക്. പക്ഷെ ആള് ഭയങ്കര എന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. കുറച്ചൊരു റിസർവ്ഡ് ക്യാരക്ടറുള്ളൊരു. ഓക്കെ ഓക്കെ. പക്ഷെ പാട്ടൊക്കെ സെലക്ഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്തല്ലേ? അങ്ങനെ ഇല്ല. അല്ല, അവൻ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് അല്ല കേൾക്കാറ്. വെസ്റ്റേൺ കുറച്ചുകൂടി അതെ അതെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കാറ്. മോർ ദാൻ 1 hour ഏതാണ്ട് കഴിയാനായി, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോ ലൈക്ക് ഗുഡ് കോൺവെർസേഷൻസ് നെവർ എൻഡ് എന്നാണല്ലോ പറയുന്നത്. കണ്ടിന്യൂ ലൈക്ക് അപ്പൊ സീ യു വെരി സൂൺ അടുത്ത എപ്പിസോഡിൽ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് അപ്കമിംഗ് പ്രൊജക്ട്സിനെല്ലാം. താങ്ക് യു ഫോർ യുവർ ടൈം. Thank you for your time. It was a pleasure being here. I had a really good time. Okay dear, thank you. Thank you so much.